ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ശരിക്കും പോയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് തൊണ്ടയ്ക്ക് ഓൾറെഡി ചെറിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ സൗണ്ട് പൊതുവെ അടഞ്ഞിരിക്കുകയാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് അതൊക്കെ കാരണമാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇടുന്ന ലോങ് വീഡിയോ, കുറേ നാൾക്ക് ശേഷമുള്ള ഈ ലോങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക്, അതായത് എൻ്റെ അനിയത്തിക്ക് കല്യാണ സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ രണ്ടുപേരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്നൊക്കെ ആളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. കൊച്ചുങ്ങളൊന്നും അങ്ങനെ നിൽക്കില്ല. പോരാത്തതിന് ഇപ്പോൾ ആണെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആൾക്ക് ഇറിറ്റേഷൻ ആവും. അതേസമയം വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആൾ കുറച്ച് നേരമൊക്കെ ഒന്ന് അലമ്പുണ്ടാക്കിയാലും ഇവിടെ കളിച്ച് ചിരിച്ച് ഒക്കെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയനാകാൻ പോകുന്ന സോനുവാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഞങ്ങളിവിടെ നേരെ തൊടുപുഴയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ആളൊരു ഇച്ചിരി കരഞ്ഞെങ്കിലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നേരെ അവിടുന്ന് രാവിലെ തന്നെ തിരിക്കുകയാണ് കേട്ടോ. അപ്പം സോനുവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ഒരു പെങ്ങളുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ തൊടുപുഴ തന്നെ ഉള്ളവരായതുകൊണ്ട് നമ്മളെ ഇവിടെ നിന്ന് നേരെ പിക്ക് ചെയ്ത് തൊടുപുഴയിൽ ചെന്ന് അമ്മേനെയും ചേച്ചീനെയും കൂട്ടിയിട്ടാണ് നേരെ പോകുന്നത്. അപ്പോൾ നമ്മൾ മഹാറാണിയിലാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോഴേക്കും ആളെനിക്ക് വണ്ടി സ്ലോ ആക്കി തരുന്നതാണ് കേട്ടോ. ചേച്ചി ആ വീഡിയോ എടുത്തോ, ഈ വീഡിയോ എടുത്തോളാനൊക്കെ പറഞ്ഞിട്ട് സ്ലോ ആക്കി തരികയാണ് കേട്ടോ. അവരുടെ ആ ഭാഗം എന്ന് പറയുമ്പോഴത്തേനും നല്ല മലയൊക്കെ ആയിട്ട് കാണാനൊരു പ്രത്യേക രസമുള്ളതാണ്. ഇത് നമ്മുടെ ഓം ശാന്തി ഓശാനയിലെ നസ്രിയയുടെ വീട് ഇതാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് എവിടെയോ ആയിട്ട് ദൃശ്യത്തിലെ വീടും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതിനിടയിൽ വിട്ടുപോയിട്ടുണ്ട് അതെടുക്കാനായിട്ട്. ഇത് നമ്മൾ ഓൾറെഡി 3-4 കൊല്ലം മുമ്പ് ഇതൊക്കെ കണ്ടതാണ്. കാരണം എൻ്റെ കല്യാണത്തിനും, അതായത് എൻ്റെയും ചേട്ടൻ്റെയും കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് തൊടുപുഴ മഹാറാണിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇത്തവണ അങ്ങോട്ട് പോകുന്നത്. വണ്ടിയിൽ അത്യാവശ്യം പാട്ടും കാര്യങ്ങളും വെക്കാമെന്ന് കരുതി നമ്മൾ പാട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് എന്തോ അത് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ പാട്ടിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും നല്ല വർത്തമാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പോയി അമ്മേനെയും പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോകാൻ കേട്ടോ. പോകുന്ന വഴി ഈ തൊടുപുഴയിൽ ഈ പള്ളിയെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെയൊക്കെ വണ്ടി ഓൾറെഡി സ്ലോ ആയപ്പോഴേക്കും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താണ്. പിന്നെ ഇതാണ് അവരുടെ കല്യാണം നടക്കാൻ പോകുന്ന പള്ളി കേട്ടോ. നമ്മുടെ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജാണ്. അപ്പോൾ പള്ളി അത്രയും ദൂരത്തായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്തൊക്കെ എല്ലാവരും വണ്ടിയിലിരുന്ന് നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് പാട്ടൊന്നും വെക്കേണ്ട കാര്യമൊന്നും വന്നില്ല. ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാണാനാണെങ്കിൽ ഇഷ്ടംപോലെ കാഴ്ചകളും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾ വരെ ആയെങ്കിൽ പോലും നമ്മളെല്ലാവരും ഇതുപോലെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഇന്നാണ് കേട്ടോ. ഇത്ര ഇൻറ്റിമസിയോടുകൂടി സംസാരിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മളൊരു 11 കൂടി ഇതാണ്ട് മഹാറാണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെഡ്ഡിങ്ങിൻ്റെ സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെയിലും. അപ്പോൾ ചെന്നപ്പോഴേ തന്നെ നമ്മൾ ദാഹത്തിന് നമ്മൾ വെള്ളമൊക്കെ എടുത്തെങ്കിൽ പോലും അവിടെ ചെന്നപ്പോഴേ തന്നെ നല്ല ജ്യൂസ് അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്നിട്ട് നേരെ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് കേട്ടോ അകത്തേട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അകത്തേട്ട് കയറിയപ്പോഴത്തേനും ഡിസ്പ്ലേയിൽ ഇങ്ങനെ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ട സാരി സെക്ഷനിലോട്ട് പോയി. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് കളറും കാര്യങ്ങളൊക്കെയാണ്, ഒരു പേസ്ട്രി മോഡൽ കളറും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ ആദ്യം വെച്ച് നോക്കിയിട്ട് നമുക്ക് അത്ര വലിയ ഇഷ്ടമായിട്ട് തോന്നാത്തത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കളർ അവസാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റെയർ ആയിട്ടുള്ളൊരു കളറാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ആൾക്ക് സെക്കൻഡായിട്ട് ചുരിദാറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കത് ചുരിദാറാണ് ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ട് ചുരിദാറായിട്ട് നമ്മളെടുത്തു. അവിടെ തന്നെ അത് ഷേപ്പ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ റെഡിയാക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിനിടയ്ക്ക് കാപ്പി കുടിക്കുകയും കാര്യങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അവിടെ തരുന്നുണ്ട് നമുക്ക്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ബില്ലിനായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മളെല്ലാവരും അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളുമായിട്ട് നല്ല മിങ്കിൾ ചെയ്യുന്ന നല്ലൊരു അമ്മേനെയാണ് കേട്ടോ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ബില്ലിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ചേച്ചിമാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് ഞാനും അനിയത്തിയും അമ്മയും സോനുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ബില്ലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടെ നിന്ന് ഗിഫ്റ്റായിട്ട് വൗച്ചറും കാര്യങ്ങളൊക്കെ കിട്ടി. അതെല്ലാം ഫില്ല് ചെയ്ത് പൂരിപ്പിച്ച് നമ്മൾ അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ വണ്ടിയിലോട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആൾ ചിരിച്ചുകൊണ്ട് പുറകോട്ട് മാറി നിൽക്കുകയാണ്.
അങ്ങനെ അമ്മയെ കൊണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഞങ്ങളെ കൂടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോഴത്തേനും കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി സോനു വണ്ടി നിർത്തി. കുഞ്ഞാവയ്ക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് പൈനാപ്പിളൊക്കെ മേടിച്ചു. കാരണം നമ്മൾ വാഴക്കുളം വഴിയിട്ടാണ് കേട്ടോ പോകുന്നത്. വാഴക്കുളത്ത് ഈ പൈനാപ്പിൾ നല്ല ഫ്രഷ് പൈനാപ്പിൾ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് പൈനാപ്പിൾ ആൾ മേടിച്ചു. ആ കൂട്ടത്തിൽ തണ്ണിമത്തങ്ങയും കുറച്ച് മാങ്ങാപ്പഴമൊക്കെ മേടിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ല ബജ്ജി കടയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബജ്ജി, അതായത് കാടമുട്ടയുടെ ബജ്ജിയും അതുപോലെ തന്നെ മുളക് ബജ്ജിയൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചുകൊണ്ട് പോരുന്ന വഴി നല്ല ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കട കണ്ടു. അവിടെ നിന്ന് നല്ല മാങ്ങയൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോരുവാണ്. ഇതെല്ലാം കഴിച്ചുകൊണ്ട് പാട്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല വൈബിൽ നല്ല വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്